ഇന്നലെ മുതൽ ഇവിടെ നിന്നിട്ടല്ല നമ്മൾ ലൈനപ്പ് പറയുന്നത്. നമ്മൾ മൈതാനത്തേക്ക് പോവുകയാണ്. മൈതാനത്ത് പോവുകയാണെങ്കിൽ ആണ് കളി പറയാൻ അല്ലെങ്കിൽ ലൈനപ്പ് പറയാൻ ഏറ്റവും രസമാവുക മൈതാനത്തെത്തിയാലാണ്. നമുക്ക് ഒരു മൈതാനത്തേക്ക്, ഫുട്ബോൾ മൈതാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫുട്ബോൾ മൈതാനത്തേക്ക് എത്തുകയാണ്. നമ്മളൊരു റോബോട്ടിക് ക്രെയിനിന്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ക്രെയിനിൽ നിന്ന് ഉയർന്നു പോയി കഴിഞ്ഞാൽ ഒന്ന് താഴോട്ടൊക്കെ, പേടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴോട്ടൊക്കെ നോക്കാം കേട്ടോ. നമുക്ക് താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സ് മുഴുവൻ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതാണ്. 4, 2, 3, 1 ആ ശൈലിയിൽ തന്നെയാണ്. 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെ കാണാം. അതുപോലെ തന്നെ 3 പേരെ മധ്യനിരയിൽ കാണാം. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കാണാം. ഏക സ്ട്രൈക്കറായി റൊണാൾഡോ നിൽക്കുന്നതും കാണാം. അപ്പോൾ ആ രീതിയിൽ പേടിയുള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ ഇനി താഴോട്ടേക്ക് നമുക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഓരോ താരങ്ങളിലേക്കും പോകണം. താഴേക്ക് ഇറങ്ങി നമുക്ക് ഓരോ താരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലാണ് അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുക. നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. ഗോൾ കീപ്പറായി വരുന്നത് അതിവേഗം നമ്മൾ ഗോൾ കീപ്പറുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഡീഗോ കോസ്റ്റയാണ് ഗോൾ കീപ്പറായി വരുന്നത്. കോസ്റ്റയെ നമ്മൾ എപ്പോഴും നല്ല സേവുകൾ അല്ലെ, കോസ്റ്റയുടെ ഒരു എപ്പോഴും ഒരു കാവലായി നിൽക്കുന്ന ഒരാളാണ്. അതെ, 27 വയസ്സേ ഉള്ളൂ. പോർട്ടോയുടെ താരമാണ്. അപ്പോൾ ആ സ്ഥാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് വളരെ വേഗം ആരാണ് വലത് വിങ് ബാക്ക് പൊസിഷനിലേക്ക് കളിക്കാൻ പോകുന്നത്, വലത് വിങ്ങിലേക്കൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കളിക്കുന്ന താരത്തിലേക്ക് കൂടി പോകാം. ജാവോ കാൻസലോയാണ്. നമുക്ക് വളരെ വേഗത്തിൽ പോവുകയാണെങ്കിൽ ക്യാൻസലോ ഇന്ന് ഏതായാലും ആദ്യ ലെവലിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജാവോ കാൻസലോ ഇങ്ങനെ നിവർന്ന് നിൽക്കുകയാണ് നമ്മുടെ പിന്നിൽ. ഏതായാലും ക്യാൻസലോ എന്ന് പറയുന്നത് ഇപ്പോൾ ലോണിൽ ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുകയാണ്. പരിചയസമ്പന്നനായിട്ടുള്ള താരമാണ്. എല്ലാ ലീഗുകളിലും കളിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ ലീഗിൽ യുവന്റസിൽ കളിച്ചിട്ടുണ്ട്, ബയൺ മ്യൂണിക്കിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പരിചയസമ്പത്ത് ഇവിടെ വേൾഡ് കപ്പിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നതാണ്. അപ്പോൾ തീർച്ചയായും ഏതായാലും ഇന്നത്തെ ലൈനപ്പിൽ വളരെ അടുത്ത ആൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ ആദ്യ മത്സരത്തിൽ കോങ്കോക്കെതിരെ ഇവിടെ അറോഹ എന്ന് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് റൂബൻ ഡയസ് ആദ്യ ലെവലിൽ വരുമെന്നുള്ള കാര്യമാണ്. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിറ്റിയുടെ പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റിക്ക് വേണ്ടിയുള്ള പ്രീമിയർ ലീഗിലെ അനുഭവ സംഭവത്തൊക്കെ ഗോൾ കീപ്പിങ്ങിലും അത് മുതൽക്കൂട്ടാകും. റൂബൻ ഡയസ് ഏതായാലും വന്നിരിക്കുകയാണ്. റൂബൻ ഡയസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറിലേക്ക് കൂടി നമുക്ക് പോകാം. അടുത്ത താരം സെൻട്രൽ ഡിഫൻസിലേക്ക് വരുന്ന രണ്ടാമത്തെ താരത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ റെനാറ്റോ വേഗ എന്ന് പറയുന്നത് വിയാറയലിൻ്റെ താരമായിട്ടുള്ള അദ്ദേഹം സ്പാനിഷ് ലീഗിൽ കളിക്കുകയാണ്. വിയാറയലിന് വേണ്ടി കളിക്കുകയാണ് റെനാറ്റോ വേഗ എന്ന് പറയുന്നത്. റെനാറ്റോ വേഗ കഴിഞ്ഞ മത്സരത്തിലും കളിച്ചതാണ്. അപ്പോൾ സെൻട്രൽ ഡിഫൻസായി ഇനി നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് വിങ്ങിലേക്കാണ്. ലെഫ്റ്റ് വിങ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂനോ മെൻഡസ് ആണ് ലെഫ്റ്റ് വിങ് ബാക്കായി കളിക്കുന്നത്. PSG ചാമ്പ്യൻസ് ലീഗ് നേടിയ PSG താരമാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ന്യൂനോ മെൻഡസിന് കൂട്ടായി മറ്റ് 2 PSG കൂടി മിഡ്ഫീൽഡിലുണ്ട്. അപ്പോൾ ന്യൂനോ മെൻഡസിൽ നിന്ന് നമുക്ക് മധ്യനിരയിലേക്ക് പോകാം. മധ്യനിരയിലെ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർ ശക്തി എന്ന് പറയുന്നത് ഈ PSG താരങ്ങൾ തന്നെയാണ്. 3 പേർ. ന്യൂനോ മെൻഡസ്, വിറ്റീഞ്ഞ ഇതാ നിൽക്കുകയാണ് മുന്നിൽ. വളരെ ഈ പറഞ്ഞതുപോലെ തന്ത്രപരമായി ബോളുകൾ എത്തിക്കുന്നതിൽ മത്സരത്തിൽ അല്പം നിറം മങ്ങി. അതാണ് നമ്മൾ പ്രതീക്ഷിച്ചു. കാരണം കുറച്ചുകൂടി ആവേശത്തിലെത്തും കളി എന്ന് പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ പേർ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വിറ്റീഞ്ഞയുടെ പേർ എന്ന് പറയുന്നത്. അടുത്ത താരത്തിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ പോവുകയാണെങ്കിൽ ജാവോ നെവസ് ആണ്. ജാവോ നെവസ് ഇവിടെ തന്നെ ഉണ്ട്. ജാവോ നെവസ് PSG മറ്റൊരു താരം, ചാമ്പ്യൻസ് ലീഗ് നേടിയ താരമാണ് നിൽക്കുന്നത്. അപ്പോൾ ജാവോ നെവസായി, വിറ്റീഞ്ഞയായി, ന്യൂനോ മെൻഡസായി 3 PSG താരങ്ങൾ ഏതായാലും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറ്റാക്കിംഗ് ഓപ്ഷനിലേക്കാണ് ഇനി പോകേണ്ടത്. അറ്റാക്കിംഗ് ഓപ്ഷനിലേക്ക് മുന്നിലേക്ക് കൂടി നമുക്ക് നീങ്ങാം. അടുത്തത് റാഫേൽ ലിയാവോ, ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടുള്ള റാഫേൽ ലിയാവോ. അതിന് മുന്നേ ബെർണാഡോ സിൽവയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വലതുവശത്ത് തുടങ്ങാം. ലെഫ്റ്റിലും തുടങ്ങണ്ട, വലതുവശത്ത് തുടങ്ങാം. അപ്പോൾ ബെർണാഡോ സിൽവ സിറ്റിയുടെ താരമാണ്. അതെ, അത് ബെർണാഡോ സിൽവയൊക്കെ ഒരു പ്രതിഭയ്ക്കൊത്ത ഒരു പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ്. പക്ഷേ ഏതായാലും ആദ്യം ക്ലബിൽ കളിക്കുന്നത് പോലെ പലപ്പോഴും ടീമിലെത്തുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ മത്സരങ്ങൾ നോക്കിയാലും അത് തന്നെയാണ്. സിൽവയൊക്കെ കുറച്ചുകൂടി തിളങ്ങിയിരുന്നെങ്കിൽ ഇത്ര നിരാശപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇനി നമുക്ക് അറ്റാക്കിംഗ് മിഡിലേക്ക് കളിക്കുന്നത് അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസ് കുറേ ഫാൻസിന്റെ തെരുവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഈ ട്രോളുകളൊക്കെ വരുമ്പോൾ അതിൽ ഒരു പ്രധാന ഇര ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് നമ്മുടെ വീട്ടിലൊരാളെ പോലെ എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഒരാളാണ്. ബ്രൂണോക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് എന്നത് വലിയ ആകാംക്ഷയാണ്. നമുക്ക് ലെഫ്റ്റ് വിങ്ങിലേക്കൊക്കെ ലെഫ്റ്റ് വിങ്ങറായി കളിക്കുന്നത് ലിയാവോ ആണ്, മറ്റാരുമല്ല. ലിയാവോ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കൂടി എങ്ങനെയാകും എന്നുള്ള കാര്യം കൂടി നോക്കണം. മിലാന്റെ താരമാണ്, AC മിലാന്റെ താരമാണ്. കഴിഞ്ഞ മത്സരത്തിൽ അവിടെ കളിച്ചിരുന്നത് പെഡ്രോ നെറ്റോ ആയിരുന്നു. അപ്പോൾ പെഡ്രോ നെറ്റോയ്ക്ക് പകരം ഒരുപക്ഷെ ഏതായാലും റാഫേൽ ലിയാവോ ആദ്യ ലെവലിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ റാഫേൽ ലിയാവോയിൽ നിൽക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി
ഏക സ്ട്രൈക്കറിലേക്കാണ് പോകേണ്ടത്. The one and only. വൺ ആൻഡ് ഓൺലി, ഒന്നും പറയാനില്ല. വാഴ്ത്തുക്കൾ. കഴിഞ്ഞ തവണ CR7 ഗോൾ അടിക്കാത്തതിന് ഞാൻ വിമർശിച്ചു എന്ന് പറഞ്ഞ് വലിയ ചീത്തവിളിയായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് ഉൾപ്പെടെ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ CR7 കഴിയും. CR7 കാലുകളിലേക്ക് പന്തെത്തട്ടെ, പാസുകൾ എത്തട്ടെ. അതാണ് ഏറ്റവും പ്രധാനം. കാരണം ചില ട്രോളുകൾ നമ്മൾ കാണുമ്പോൾ പന്ത് കിട്ടാതെ അവിടെ ഗോൾ അടിക്കാനാകാതെ നിൽക്കുന്ന CR7 നിരന്നു നിൽക്കുകയാണ് പുറകിൽ പോർച്ചുഗലിന്റെ പടയാളികൾ. പറങ്കിപ്പട ഏതായാലും പായ്ക്കപ്പലിൽ ലോകം ചുറ്റി ലോകം കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് അലങ്കരിക്കാൻ അഹങ്കരിക്കാൻ ഒരു ലോക കിരീടം, കാൽപന്തിന്റെ വിശ്വകിരീടം ഇതുവരെ ഇല്ല എന്നുള്ളത് വലിയ നിരാശയാണ്. ആ നിരാശ ഈ മനുഷ്യന് പ്രത്യേകിച്ചും ഒരു കിരീടം നേടേണ്ടത് അത്യാവശ്യമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മനുഷ്യൻ ആ കിരീടം നേടുമോ എന്നുള്ള കാര്യം കൂടി ഉറ്റുനോക്കുകയാണ്. കടലാസിൽ കരുത്തരായ പോർച്ചുഗൽ സംഘം കളത്തിൽ ആ ഒത്തൊരുമ പ്രകടമാക്കിക്കൊണ്ട് അവർ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്നുള്ളത് ഫുട്ബോളിൽ പലരും പല കാലത്തും തെളിയിച്ചിട്ടുള്ളതാണ്. ഇന്ന് CR7 ക്രിസ്ത്യാനോയുടെ ദിവസം തന്നെയായിരിക്കും. അപ്പോൾ പോർച്ചുഗൽ ആരാധകരെ, CR7 ആരാധകരെ ആവേശത്തോടെ കാത്തിരിക്കൂ. ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായും ഉസ്ബെക്കിസ്ഥാനെതിരെ എത്ര ഗോൾ അടിക്കും റൊണാൾഡോ? ഇരട്ട ഗോൾ അടിക്കട്ടെ എന്നാണ്. ഇരട്ട ഗോൾ അടിക്കാം. അപ്പോൾ തീർച്ചയായും അപ്പോൾ വലിയ ആവേശത്തിലേക്ക് മത്സരം എത്തും. പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ